സംസ്ഥാനത്ത് 8 ജില്ലകളിൽ റെഡ് അലർട്ട്. പത്തനംതിട്ട, കോട്ടയം, എറണാകുളം, ഇടുക്കി, കോഴിക്കോട്, വയനാട്, കണ്ണൂർ, കാസർഗോഡ് ജില്ലകളിലാണ് റെഡ് അലർട്ട് പ്രഖ്യാപിച്ചിട്ടുള്ളത്. വിശദാംശങ്ങളുമായി രജീഷ് നരിക്കുനി തന്നെയാണ് ചേരുന്നത്. രജീഷ, നിലവിൽ കോഴിക്കോടത്തെ ഒരു കാലാവസ്ഥ പറയുകയാണെങ്കിൽ അത്യാവശ്യം മഴയില്ലാത്തൊരു സാഹചര്യമായിരുന്നു ഇന്ന് രാവിലെ മുതൽ. മറ്റ് ജില്ലകളിൽ ഏതൊക്കെ അലർട്ടുകളാണ് നിലനിൽക്കുന്നത്? ഉച്ചയ്ക്ക് ശേഷമുള്ള മണിക്കൂറുകളിലേക്കുള്ള കാലാവസ്ഥ മുന്നറിയിപ്പ് ഏത് രീതിയിലാണ്? സംസ്ഥാനത്ത് ഇന്നും അതിശക്തമായ മഴയ്ക്കാണ് സാധ്യതയുള്ളത്. 8 ജില്ലകളിൽ ഇതിന്റെ ഭാഗമായി റെഡ് അലർട്ടാണ് പ്രഖ്യാപിച്ചത്. സാധാരണ യെല്ലോ അലർട്ടാണ് ഈ അതിശക്തമായ മഴയ്ക്കൊക്കെ പ്രഖ്യാപിക്കുമെങ്കിലും ഇപ്പോൾ റെഡ് അലർട്ടിലേക്ക് മാറിയിരിക്കുന്നു എന്നാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. പത്തനംതിട്ട, കോട്ടയം, എറണാകുളം, ഇടുക്കി, കോഴിക്കോട്, വയനാട്, കണ്ണൂർ, കാസർഗോഡ് ജില്ലകളിലാണ് റെഡ് അലർട്ട് പ്രഖ്യാപിച്ചിരിക്കുന്നത്. ഇവിടെ ശക്തമായ മഴയ്ക്കും ഒപ്പം തന്നെ മണിക്കൂറിൽ 40 കിലോമീറ്റർ വരെ വേഗതയിൽ വീശിയടിച്ചേക്കാവുന്ന ശക്തമായ കാറ്റിനും സാധ്യതയുണ്ടെന്ന മുന്നറിയിപ്പിൽ പറയുന്നു. കൂടാതെ തന്നെ 3 ജില്ലകളിൽ ഇതുമായി ബന്ധപ്പെട്ട് ഓറഞ്ച് അലർട്ട് പ്രഖ്യാപിച്ചിട്ടുണ്ട്. തൃശൂർ, പാലക്കാട്, മലപ്പുറം ജില്ലകളിലാണ് ഇത്തരത്തിൽ ഓറഞ്ച് അലർട്ട് പ്രഖ്യാപിച്ചിരിക്കുന്നത്. കൊല്ലം, തിരുവനന്തപുരം ജില്ലകളിൽ യെല്ലോ അലർട്ടും പ്രഖ്യാപിച്ചിട്ടുണ്ട്. നാളെയും സംസ്ഥാനത്ത് അതിശക്തമായ മഴയ്ക്കാണ് സാധ്യതയുള്ളത്. നാളെയും പല ജില്ലകളിലും മധ്യ കേരളത്തിലും ഒപ്പം തന്നെ വടക്കൻ കേരളത്തിലും ഇത്തരത്തിൽ ഈ ഓറഞ്ച് അലർട്ടും, തെക്കൻ കേരളത്തിലും തൃശൂർ, പാലക്കാട്, മലപ്പുറം ജില്ലകളിലും യെല്ലോ അലർട്ടും പ്രഖ്യാപിച്ചിട്ടുണ്ട്. വരും ദിവസങ്ങളിലും സംസ്ഥാനത്ത് ശക്തമായ മഴ തുടരുമെന്നാണ് മുന്നറിയിപ്പിൽ പറയുന്നത്. ആഗസ്റ്റ് 8 വരെ സംസ്ഥാനത്ത് ഇത്തരത്തിൽ ശക്തമായ മഴ ഉണ്ടാകുമെന്ന മുന്നറിയിപ്പാണ് ഇപ്പോൾ കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് നൽകുന്നത്. എന്തായാലും ഇന്ന് 8 ജില്ലകളിലാണ് ജാഗ്രത പ്രഖ്യാപിച്ചിരിക്കുന്നത്. റെഡ് അലർട്ടാണ് 8 ജില്ലകളിലുള്ളത്. ഈ മലയോര മേഖലയിൽ താമസിക്കുന്നവർക്ക് തന്നെ ജാഗ്രത പാലിക്കണം. ശക്തമായ മഴ കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ ലഭിച്ച നിർദ്ദേശങ്ങളിൽ ഉരുൾപൊട്ടലും മണ്ണിടിച്ചിലും ഒരു ജാഗ്രത പുലർത്തണമെന്ന നിർദ്ദേശമൊക്കെ ഇതിന്റെ ഭാഗമായി നൽകുന്നുണ്ട്. ശരി രജീഷ്.